ഹലോ. സോ ഞാനിങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ എനിക്ക് യൂഷ്വലി നൂഡിൽസ് കഴിക്കാനൊക്കെ ചിലപ്പോൾ ക്രേവിങ്സ് വരാറുണ്ട്. അപ്പോൾ ക്രേവിങ്സ് ഇങ്ങനെ അൺസൈക്കബിൾ ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഒരു ഹെൽത്തിയർ വേർഷനിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് കൂടി ഞാൻ റെസിപ്പി ഷെയർ ചെയ്ത് തരാം ഗൈസ്. കമോൺ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. ആൻഡ് ദെൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ഓഫ് വാട്ടർ എടുക്കുന്നത്. ആൻഡ് ദെൻ മാഗിയുടെ ചിക്കൻ നൂഡിൽസാണ് ഞാൻ എടുക്കുന്നത്. എനിക്കിതിൻ്റെ ഒരു മസാല ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് വേവിച്ച് ഇത്രത്തോളം 90% കുക്കാകുമ്പോഴത്തേക്കും സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ആൻഡ് ദെൻ ഒരു മുട്ട എടുക്കുക. ഞാനിവിടെ നെയ്യിലാണ് സ്ക്രാമ്പിൾ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ആൻഡ് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. ഓക്കെ, നല്ല രീതിക്ക് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക ലൈക്ക് ദിസ്. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് എഗെയിൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ല ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ആൻഡ് അത് നല്ല രീതിക്ക് സോട്ട് ചെയ്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല വെന്ത് പോകാത്ത രീതിക്ക് സോട്ട് ചെയ്തെടുത്ത ശേഷം ആ ഒരു മാഗി മസാലയില്ലേ അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം ഇട്ട് കൊടുക്കുക. ആൻഡ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസും കൂടെ ഇട്ടാൽ യുവർ മാഗി റെസിപ്പി ഈസ് റെഡി ഗൈസ്. സോ ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. ഇതിൻ്റെ സ്മെൽ തന്നെ അടിപൊളിയാണ്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് ഇത്. ഹെൽത്തി ആണെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഹെൽത്തി അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് ഫൈബറും കുറച്ച് പ്രോട്ടീനും എക്സ്ട്രാ ആണ്. ഓക്കെ, അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. സീ ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.